ഒന്ന് ദിനവൃത്താന്തം 2-ാം അധ്യായം. ഇസ്രായേലിൻ്റെ പുത്രന്മാരാവിത്: രൂബേൻ, ഷിമയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ, ദാൻ, യോസഫ്, ബെന്യാമീൻ, നഫ്താലി, ഗാദ്, ആശേർ. യഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേല. ഇവർ മൂവരും കനാന്യ സ്ത്രീയായ ബർഷൂവയിൽ നിന്ന് അവന് ജനിച്ചു. യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവനെ കൊന്നു. അവൻ്റെ മരുമകൾ താമാർ അവന് പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു. യഹൂദ പുത്രന്മാർ ആകെ 5 പേർ. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേരഹിൻ്റെ പുത്രന്മാർ സിമ്രി, ഏതാൻ, ഹേമാൻ, കൽക്കോൽ, ദാര. ഇങ്ങനെ 5 പേർ. കർമ്മിയുടെ പുത്രന്മാർ ശബദാർപ്പിത വസ്തുവിൽ അകൃത്യം ചെയ്തു ഇസ്രായേലിനെ കഷ്ടത്തിലാക്കിയ ആഗാൻ തന്നെ. ഏതാൻ്റെ പുത്രന്മാർ അസര്യാവ്. ഹെസ്രോന് ജനിച്ച പുത്രന്മാർ യെരഹ്മയേൽ, രാം, കെലൂബായി. രാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് യഹൂദ മകൾക്ക് പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ഷൽമയെ ജനിപ്പിച്ചു. ഷൽമ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു. ഇഷായി തൻ്റെ ആദ്യജാതൻ ഏലിയാവിനെയും, രണ്ടാമൻ അമീനാദാബിനെയും, മൂന്നാമൻ ഷിമയെയും, നാലാമൻ നദനയേലിനെയും, അഞ്ചാമൻ രദ്ദായിയെയും, ആറാമൻ ഓസമിനെയും, ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു. അവരുടെ സഹോദരിമാർ സെരൂയയും അബീഗയിലുമായിരുന്നു. സെരൂയയുടെ പുത്രന്മാർ അബിഷായി, യോബാബ്, അസാഹേൽ. ഇങ്ങനെ 3 പേർ. അബീഗയിൽ അമാസയെ പ്രസവിച്ചു. അമാസയുടെ അപ്പൻ ഇഷ്മാലിയനായ യോദറായിരുന്നു. ഹെസ്രോൻ്റെ മകൻ കാലേബ് തൻ്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു. അവളുടെ പുത്രന്മാർ യേഷർ, ഷോബാബ്, അർദോൻ. അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു. ഹൂർ ഊരിയെ ജനിപ്പിച്ചു. ഊരി ബസലേലിനെ ജനിപ്പിച്ചു. അതിൻ്റെ ശേഷം ഹെസ്രോൻ ഗിലെയാദിൻ്റെ അപ്പനായ മാഗീരിൻ്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് 60 വയസ്സായിരുന്നു. അവൾ അവന് സെഗൂബിനെ പ്രസവിച്ചു. സെഗൂബ് യായേരിനെ ജനിപ്പിച്ചു. അവന് ഗിലെയാദ് ദേശത്ത് 23 പട്ടണം ഉണ്ടായിരുന്നു. എന്നാൽ ഗെഷൂരും അരാമും യായേരിൻ്റെ പട്ടണങ്ങളെയും കെനാത്തിനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ 60 പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു. ഇവരെല്ലാവരും ഗിലെയാദിൻ്റെ അപ്പനായ മാഗീരിൻ്റെ പുത്രന്മാരായിരുന്നു. ഹെസ്രോൻ കാലബ് എഫ്രാത്തയിൽ വെച്ച് മരിച്ച ശേഷം ഹെസ്രോൻ്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ അഷ്ഹൂരിനെ പ്രസവിച്ചു. ഹെസ്രോൻ്റെ ആദ്യജാതനായ യെരഹ്മയേലിൻ്റെ പുത്രന്മാർ: ആദ്യജാതൻ രാം, ബൂന, ഓരൻ, ഓസം, അഹിയാവ്. യെരഹ്മയേലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾക്ക് അദാര എന്നു പേർ. അവൾ ഓനാമിൻ്റെ അമ്മ. യെരഹ്മയേലിൻ്റെ ആദ്യജാതനായ രാമിൻ്റെ പുത്രന്മാർ മയസ്, യാമീൻ, എക്കർ. ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബീഷൂർ. അബീഷൂരിൻ്റെ ഭാര്യയ്ക്ക് അബീഹേൽ എന്നു പേർ. അവൾ അവന് അഖ്ബാനെയും മോലിദിനെയും പ്രസവിച്ചു. നാദാബിൻ്റെ പുത്രന്മാർ സേലദ്, അപ്പയും. എന്നാൽ സേലദ് മക്കളില്ലാതെ മരിച്ചു. അപ്പയിമിൻ്റെ പുത്രന്മാർ ഇഷി. ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ. ശേഷാൻ്റെ പുത്രന്മാർ അഹ്ലയും. ഷമ്മയുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ യേദർ, യോനാദാൻ. എന്നാൽ യേദർ മക്കളില്ലാതെ മരിച്ചു. യോനാദാൻ്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യെരഹ്മയേലിൻ്റെ പുത്രന്മാർ. ശേഷാന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു. ശേഷാന് മിസ്രൈമനായ ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവന് യർഹ എന്നു പേർ. ശേഷാൻ തൻ്റെ മകളെ തൻ്റെ ഭൃത്യനായ യർഹയ്ക്ക് ഭാര്യയായി കൊടുത്തു. അവൾ അവന് അദ്ദായിയെ പ്രസവിച്ചു. അദ്ദായി നാദാനെ ജനിപ്പിച്ചു. നാദാൻ സാബാദിനെ ജനിപ്പിച്ചു. സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു. എഫ്ലാൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് യെഹുവിനെ ജനിപ്പിച്ചു. യഹു അസര്യാവെ ജനിപ്പിച്ചു. അസര്യാവ് ഹേലസിനെ ജനിപ്പിച്ചു. ഹേലസ് എലയാശയെ ജനിപ്പിച്ചു. എലയാശ സിസ്മായിയെ ജനിപ്പിച്ചു. സിസ്മായി ഷല്ലൂമിനെ ജനിപ്പിച്ചു. ഷല്ലൂം യെക്കമ്യാവെ ജനിപ്പിച്ചു. യെക്കമ്യാവ് എലീഷാമയെ ജനിപ്പിച്ചു. യെരഹ്മയേലിൻ്റെ സഹോദരനായ കാലേബിൻ്റെ പുത്രന്മാർ: അവൻ്റെ ആദ്യജാതനും സീഫിൻ്റെ അപ്പനുമായ മേശ. ഹെബ്രോൻ്റെ അപ്പനായ മരേഷയുടെ പുത്രന്മാരും. ഹെബ്രോൻ്റെ പുത്രന്മാർ കോരഹ്, തപ്പൂഹ്, രക്കേം, ഷേമ. ഷേമ യൊർക്കയാമിൻ്റെ അപ്പനായ രഹമിനെ ജനിപ്പിച്ചു. രക്കം ഷമ്മായിയെ ജനിപ്പിച്ചു. ഷമ്മായിയുടെ മകൻ മാവോൻ. മാവോൻ ബെത്ത്സൂറിൻ്റെ അപ്പനായിരുന്നു. കാലേബിൻ്റെ വെപ്പാട്ടിയായ ഏഫഹാരാനെയും നോസയെയും ഗാസേസിനെയും
പ്രസവിച്ചു. ഹാരാൻ ഗാസേസിനെ ജനിപ്പിച്ചു. യാദയുടെ പുത്രന്മാർ രേഗം, യോദാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷയഫ്. കാലേബിൻ്റെ വെപ്പാട്ടിയായ മയക ഷേബരിനെയും തിർഹനയെയും പ്രസവിച്ചു. അവൾ മദ്മന്നയുടെ അപ്പനായ ഷയഫ്, മക്മേനയുടെയും ഗിബയുടെ അപ്പനായ ഷെബ എന്നിവരെയും പ്രസവിച്ചു. കാലേബിൻ്റെ മകൾ അക്സയായിരുന്നു. ഇവരത്രേ കാലേബിൻ്റെ പുത്രന്മാർ. എഫ്രാത്തയുടെ ആദ്യജാതനായി ഹൂരിൻ്റെ പുത്രന്മാർ: കിരിയത്ത് യയാരിമിൻ്റെ അപ്പനായ ഷോബാൽ, ബത്ലഹേമിൻ്റെ അപ്പനായ ഷൽമ, ബെത്ത് ഗാദേരിൻ്റെ അപ്പനായ ഹാരേഫ്. കിരിയത്ത് യയാരിമിൻ്റെ അപ്പനായ ഷോബാലിന് പുത്രന്മാരുണ്ടായിരുന്നു: ഹാരോവേ, മെനൂഹോത്തിൻ്റെ പാതി. കിരിയത്ത് യയാരിമിൻ്റെ കുലങ്ങളാവിത്: ഇത്രിയർ, പൂത്യർ, ഷൂമാത്യർ, മിസ്രായർ. ഇവരിൽ നിന്ന് സരാത്യരും എസ്തവോല്യരും ഉത്ഭവിച്ചു. ഷൽമയുടെ പുത്രന്മാർ: ബത്ലഹേം, നെതോഫാത്യർ, അത്രോദ്, ബേത്ത് യോബാവ്. മാനഹാത്യരിൽ പാതി സൗര്യർ. യബ്ബേസിൽ പാർത്തോന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിത്: തിരാത്യർ, ഷിമയാത്യർ, സുഖാത്യർ. ഇവർ രേഖാവ് ഗൃഹത്തിൻ്റെ അപ്പനായ ഹാമാത്തിൽ നിന്നുത്ഭവിച്ച കേന്യരാകുന്നു.